അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യവുമായി മാനവീയം വീഥിയിൽ അവൾക്കൊപ്പം കൂട്ടായ്മ. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. അതോടൊപ്പം അവളോടൊപ്പം #IFFKയിൽ ഭാഗമാക്കണം എന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് സംവിധായകൻ ടി ദീപേഷ് കത്തയച്ചു. പി സഫ്വാനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സഫ്വാന, എന്താണ് ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ? നൗഫൽ, ഒരു ഭാഗത്ത് ഈ അനുകൂല വിധിയുടെ ആനുകൂല്യത്തിൽ ദിലീപ് മുഖ്യധാരയിൽ സജീവമാകാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് അതിജീവിതക്ക് പിന്തുണയുമായി വിവിധ മേഖലയിൽ നിന്ന് വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിക്കാണ് ഇങ്ങനൊരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് പങ്കുവച്ചത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം മാനവീയം വീതിയിൽ ഇത്തരത്തിലൊരു കൂട്ടായ്മ, ഈ അതിജീവിതക്ക് പിന്തുണയുമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ഭാഗ്യലക്ഷ്മിയാണ് തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരുന്നത്. ഇന്നലെ ഈ വിഷയത്തിൽ ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണെന്ന് ആരോപിച്ച് ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരുന്നു. വലിയ വിമർശനമായിരുന്നു ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ സംഘടനകൾ ദിലീപിന് അനുകൂലമായി സ്വീകരിക്കുന്ന നിലപാടിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു ചെറിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഈ അതിജീവിതക്ക് പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നതും അതിന് വലിയ പിന്തുണ കമന്റുകളായും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുകയും ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിൽ ഇത്തരത്തിൽ അതിജീവിതക്ക് അനുകൂലമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു വനിതാ പ്രവർത്തകരുടെയും സിനിമാ സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ തീരുമാനം. അതിനപ്പുറത്തേക്ക് ഈ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് തന്നെ നടക്കുന്ന IFFKയിൽ അവൾക്കൊപ്പം എന്നുള്ളൊരു ഹാഷ്ടാഗോട് കൂടിയായിരിക്കണം ഈ മേള സംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംവിധായകൻ ടി ദീപേഷ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അനുകൂല വിധിയുടെ പശ്ചാത്തലത്തിൽ ദിലീപിന് അനുകൂലമായിട്ടായിരുന്നു ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം ആളുകളും ഈ രംഗത്തെത്തിയിരിക്കുന്നത്. അതിനൊരു പ്രതിരോധം എന്ന നിലയിലാണ് ഈ അതിജീവിതക്ക് അനുകൂലമായ പ്രതിഷേധ പരിപാടികളുമായി സമാന്തരമായി ഭാഗ്യലക്ഷ്മിയെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകർ മുന്നിട്ട് വരുന്നത്. നൗഫൽ.